കോഴിക്കോട് കൊയിലാണ്ടിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് കരിങ്കുളത്തു നിന്നും കാണാതായ പെയിന്റിംഗ് തൊഴിലാളി രാജീവൻ. ഭാര്യ മൃതദേഹം തിരിച്ചറിഞ്ഞു. തിരുവല്ല ചതുപ്പിൽ കണ്ടെത്തിയ മൃതദേഹം 6 മാസം പ്രായമായ പെൺകുഞ്ഞിൻ്റേത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നും പോലീസ്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ കുട്ടിക്ക് മരുന്ന് മാറി കുത്തിവെച്ചതിന് നഴ്സിനെതിരെ നടപടി. താൽക്കാലിക നഴ്സിനെ ജോലിയിൽ നിന്നും ഒഴിവാക്കും. ആരോഗ്യവകുപ്പിന്റെ നടപടി. ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന് പിന്നാലെ കുട്ടിക്ക് ഇഞ്ചക്ഷൻ നൽകിയത് ചീട്ട് പോലും പരിശോധിക്കാതെ എന്ന റിപ്പോർട്ട്. താനൂർ കസ്റ്റഡി മരണത്തിൽ 8 പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. ക്രൈംബ്രാഞ്ച് നടപടി. താനൂർ SI അടക്കമുള്ളവർക്ക് എതിരെ 8 പോലീസുകാരും നിലവിൽ സസ്പെൻഷനിൽ. പുരാവസ്തു തട്ടിപ്പിലെ കള്ളപ്പണക്കേസിൽ കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ ED. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. IG ലക്ഷ്മൺ, മുൻ DIG S സുരേന്ദ്രൻ എന്നിവർക്കും ഹാജരാകാൻ നിർദ്ദേശം. പുതുപ്പള്ളിയിൽ പ്രചരണം ശക്തമാക്കി ഇടതു വലതു മുന്നണികൾ. NSS ആസ്ഥാനം സന്ദർശിച്ച് ജെക്സി തോമസ്. ഭവന സന്ദർശനവുമായി ചാണ്ടി ഉമ്മൻ. BJP സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ സ്ഥാപന ഉടമ യൂത്ത് ലീഗ് നേതാവ് KK റിയാസിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവിട്ട മുൻ ജീവനക്കാരിക്കെതിരെ ആരോപിച്ച മോഷണക്കുറ്റം കെട്ടിച്ചമച്ചത്. ഫോൺ രേഖകൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടു. കേരള വിഷൻ ഫോളോ അപ്പ്. കണ്ണൂരും മലപ്പുറത്തും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. മലപ്പുറത്ത് 4 ഇടങ്ങളിലും കണ്ണൂർ 3 ഇടങ്ങളിലും പരിശോധന.